പീസ് ഫോർ യു ഒരുക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ. സ്ഥലം കല്ലും കടവ്, പത്തനാപുരം. പാസ്റ്റർ സുരേഷ് ബാബു രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവവചനം സംസാരിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ബന്ധപ്പെടുക. 9447 11245. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പീസ് ഫോർ യു എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അറിയിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചില വിഷയങ്ങൾക്കൊക്കെ മറുപടി നൽകി തരുവാൻ ദൈവം സഹായിച്ചു. ബൈബിളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിറങ്ങുന്ന ആരും ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ദൈവവചനത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ അതിനെല്ലാം പരിഹാരം ദൈവം നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പീസ് ഫോർ യു എന്ന ഈ പ്രോഗ്രാമിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനാണ്, ചൈതന്യമാണ്. ദൈവവചനം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഖ്യത്തിന്, വലിയ വിടുതലിന് മുഖാന്തരമായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ ഫോണിലൂടെ, ഇമെയിലിലൂടെ ഒക്കെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രാർത്ഥനയ്ക്കായിട്ട് അനേകരെ വിളിച്ചു പറയാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞതായ ഒരു കാര്യം, ജീവിതത്തിൽ പലവിധമായ തടസ്സങ്ങൾ, മുന്നേറുവാൻ കഴിയാതെ വാതിലുകൾ അടയപ്പെട്ടതുപോലെ, തടസ്സങ്ങൾ വന്നതുപോലെയുള്ള അനേക വ്യക്തികളുടെ അനുഭവങ്ങൾ ഞങ്ങൾ കേൾപ്പാനിടയായി. പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്ന മെസ്സേജ് തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം എന്നുള്ളതാണ്. തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം കേൾക്കാം. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്നും മീഖാ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു, അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. നമ്മൾ ഇങ്ങനെയാണ് ആ വചനഭാഗത്ത് വായിച്ചത്. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. ആർക്ക് മുൻപായാണ്? ദൈവജനത്തിന് മുൻപായി. അമ്മയെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, യേശുവേ എന്ന് വിളിക്കുന്ന ദൈവമക്കൾക്ക് മുൻപായി തകർക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം പുറപ്പെടുകയാണ്. പല വാതിലുകളും അടഞ്ഞ്, നന്മകളും അടഞ്ഞ്, മുട്ടുന്ന വഴികളെല്ലാം അടഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തെ വിളിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറന്ന് അനുഗ്രഹത്തോടെ നിങ്ങളെ നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. വചനകേൾവി മുഖാന്തരം ഒരു പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് നിങ്ങളെ നയിച്ച് നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിന് ഭാസുരമായ ഒരു ഭാവി ഒരുക്കി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം പുറപ്പെട്ടാൽ സകലത്തെയും തകർക്കും. ദൈവം നമുക്ക് മുൻപേ പുറപ്പെടണം. ദൈവം നമുക്ക് മുൻപിൽ പുറപ്പെട്ടാൽ നമ്മുടെ മുൻപിൽ വരുന്ന സകല പ്രതികൂലങ്ങളെയും തകർത്ത് നമുക്ക് ജയം തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നോക്കുക, മറ്റൊരു വാക്യം കൂടെ നമുക്കിപ്പോൾ വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. ദുർഘടങ്ങൾ, താമ്രവാതിലുകൾ, ഇരുമ്പോടാമ്പലുകൾ, നോക്കുക, ഇതൊക്കെ വളരെ പ്രതികൂലകരമായ, അല്ലെങ്കിൽ വളരെ കാഠിന്യമേറിയ, വളരെ സീരിയസ് ആയ തടസ്സങ്ങളെയാണ് കാണിക്കുന്നത്. ദുർഘടങ്ങൾ എവിടെ ചെന്നാലും തടസ്സമാണ്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ തടസ്സം. ചെല്ലുമ്പോൾ പറയും വേക്കൻസിയൊക്കെ ഫില്ലായിപ്പോയി, ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടുന്നു, നന്മകൾ ലഭിക്കുന്നില്ല. ദുർഘടങ്ങൾ.
ദുർഘടങ്ങളെ ദൈവം മാറ്റും. അടുത്തത് താമ്ര കതകുകൾ. വളരെ കാഠിന്യമേറിയൊരു ലോകമാണ് താമ്രത്തിൻ്റെ കഥകൾ, ഇരുമ്പോടാമ്പലുകൾ. ഇതൊക്കെ കാണിക്കുന്നത് വളരെ പ്രതികൂലമായി നിൽക്കുന്ന വൈതരണികളെ, തടസ്സങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നോക്കുക, ദൈവം നിങ്ങൾക്ക് മുൻപായി ചെല്ലണം. നിങ്ങളൊരു ഓഫീസിൽ ചെല്ലുന്നതിന് മുൻപ്, നിങ്ങളൊരു ജോലി സ്ഥലത്ത് ചെല്ലുന്നതിന് മുൻപ്, നിങ്ങളൊരു ഒരു വിഷയത്തിന് വേണ്ടി ആഗ്രഹിച്ച് അവിടെ ചെല്ലുന്നതിന് മുൻപ് ദൈവം നിങ്ങൾക്ക് മുൻപായി ചെല്ലണം. ദൈവം മുമ്പായി ചെന്നാൽ ഈ ദുർഘടങ്ങളെ എല്ലാം മാറ്റി, താമ്ര കഥകളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ തകർത്ത്, നിങ്ങൾക്ക് പ്രയാസമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് ജയം നൽകി തരുവാനിടയായി തീരും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങൾ ജീവിതത്തിൽ കയ്പോടെ, നിരാശയോടെ, ദൈവമേ ഞാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു, എത്ര പ്രാവശ്യം ആഗ്രഹിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് ഒരിക്കലും മുന്നേറുവാൻ കഴിയാതെ നിരാശയോടെ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മ വചനത്തിലൂടെ വിളിച്ചു പറയാണ്, ദൈവം നിങ്ങളുടെ മുൻപായി കടന്നു പോകട്ടെ, ദൈവസാന്നിധ്യം നിങ്ങളുടെ മുൻപായി കടന്നു പോകട്ടെ. എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിങ്ങൾക്ക് ജയം നടത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നോക്കുക, യെരുശലേം ദേവാലയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിൽ അനേക വാതിലുകളുണ്ട്. അതിൽ ഈസ്റ്റ് ഗേറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ഗേറ്റ് അല്ലെങ്കിൽ കിഴക്കേ വാതിൽ എന്ന് പറയുന്നൊരു വാതിലുണ്ട്. അത് കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. എന്താണ് ഇങ്ങനെ അടഞ്ഞു കിടക്കുവാനുള്ള കാരണം? യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുവാനുള്ള കാരണം എന്താണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ ഈ വാതിലിലൂടെയാണ് പിടിച്ച് അടിപ്പിച്ച് നിന്ദിച്ച് പരിഹസിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് താടിരോമങ്ങൾ പിഴുതെടുത്ത് ഈ വാതിലിലൂടെയാണ് ക്രൂശിക്കുവാനായിട്ട് യേശു കർത്താവിനെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നോക്കുക, യേശുവിനെ കൊണ്ടുപോയ അന്ന് ഈ വാതിൽ അടഞ്ഞതാണ്. നോക്കുക, ഇന്ന് യെരുശലേമിലേക്ക് നമ്മൾ കടന്നു പോയാൽ ഈ വാതിലിൻ്റെ ഏകദേശം മുൻഭാഗത്തായിട്ട് ഒരു സിമിത്തേരിയാണ്, ഒരു ശവക്കോട്ടയാണ്. മറ്റൊരു വിഭാഗത്തിൻ്റെ ഒരു ശവക്കോട്ടയാണ്. ഒരിക്കലും അവർ ഈ വാതിൽ തുറക്കുവാൻ സമ്മതിക്കാതെ ഈ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. നോക്കുക, ഞാൻ ഈ ദൂത് വചനത്തിലൂടെ പറയുമ്പോൾ തന്നെ പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ള ഒരു സന്ദേശം ഇതാണ്. കഴിഞ്ഞ 2000 വർഷമായി യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്കേ വാതിൽ ഗോൾഡൻ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് വരെ അത് തുറന്നിട്ടില്ല. പ്രിയമുള്ള ദൈവമക്കളെ, വർഷങ്ങളായി, നാളുകളായി നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും വാതിലുകളുണ്ടെങ്കിൽ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ഉപവസിച്ചിട്ടും ഒത്തിരി ദൈവത്തോട് നിലവിളിച്ചിട്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും അടഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും വാതിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന വലിയവനായൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ദൈവം തുറന്നാൽ അതിനെ അടക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുൻപിൽ അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് തുറക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, യഹൂദ ഗൃഹത്തിൻ്റെ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കരത്തിലുള്ളവൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. എൻ്റെ യേശുവിനെ തുറക്കുവാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. നോക്കുക, ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. ആർക്കൊക്കെയോ വേണ്ടി ദൈവം വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്, പക്ഷേ എതിരാളികളുണ്ട്. എതിരാളികൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യർ മാത്രമല്ല, പൈശാചിക മണ്ഡലങ്ങൾ എതിർത്ത് നിൽക്കുകയാണ്. ഒരു നന്മ പ്രാപിക്കരുത്, ഒരു ഉദ്ധാരണം ഉണ്ടാകരുത്, ഒരു ഉയർച്ച ഉണ്ടാകരുത്, ജീവിതത്തിൽ നല്ലൊരു ജോലി കിട്ടരുത്, കിട്ടിയാൽ തന്നെ അതിൽ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കരുത്. ദുർഘടങ്ങൾ, താമ്രവാതിലുകൾ, ഇരുമ്പോടാമ്പലുകൾ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, അടഞ്ഞു കിടക്കുകയാണോ? കഴിഞ്ഞ 2000 പരം വർഷങ്ങൾക്ക് മുൻപ് ഗോൾഡൻ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത് പോലെ നിങ്ങളുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണോ? പ്രവചന ദൂതുണ്ട്, വായിച്ചു കേൾക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു, എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം,
ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കുകയാണ്. നോക്കുക, ഈ അടച്ചിട്ടിരിക്കുന്ന വാതിലിൽ ആരും കയറരുത്. എപ്പോൾ വരെയാണ്? പ്രഭു വരുന്നത് വരെ. അതാ നമ്മൾ വായിച്ചു കേട്ടത്. ആരാണ് പ്രഭു? രാജാതി രാജാവായ കർത്താതി കർത്താവായ യേശു ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. പ്രഭുവായി വരുന്നത് വരെയും ആരും ഈ വാതിലിലൂടെ കടക്കരുത്. അതുവരെയും ഇത് അടച്ചിട്ടിരിക്കണം. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, ചില വാതിലുകൾ അടഞ്ഞത് നന്നായി. നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. നിങ്ങൾ ശ്രമിച്ചിട്ട് ചില കാര്യങ്ങൾ സാധിക്കാതിരുന്നത് നന്നായി. കർത്താവിന് സകലത്തിൻ്റെ പിൻപിലും വ്യക്തമായ പദ്ധതി ഉദ്ദേശമുണ്ട്. എല്ലാം നമ്മൾ വിശദീകരിച്ച് നമ്മളെല്ലാം ഡിഫൈൻ ചെയ്യാൻ നോക്കിയാൽ മാനുഷികമായി നമുക്ക് കഴിയത്തില്ല, അത് സാധ്യമാകുകയില്ല. എല്ലാത്തിനും വ്യക്തമായൊരു ഉത്തരം പറയുവാൻ നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും കഴിയത്തില്ല. എന്നാൽ എല്ലാത്തിനും ഉത്തരം കർത്താവിൻ്റെ കരത്തിലുണ്ട്. നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രഭു വരുന്നത് വരെയും യെരൂശലേം ദേവാലയത്തിൻ്റെ ഗോൾഡൻ ഗേറ്റ് അടഞ്ഞു കിടക്കണം. എപ്പോഴാ പ്രഭു വരുന്നതെന്നറിയാമോ? നോക്കുക, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പരസ്യമായി ഒലിവ് മലയിൽ വന്ന് കാല് ചവിട്ടും. ഒലിവ് മലയിൽ നിന്ന് കാല് ചവിട്ടുമ്പോൾ ഈ ഒലിവ് മല രണ്ടായിട്ട് മാറും. യഹോശാഫാത്ത് താഴ്വരയുണ്ടാകും. നോക്കുക, ആ സമയത്ത് വലിയ യുദ്ധമുണ്ടാകും. സാത്താനെ ബന്ധിച്ച് കള്ളപ്രവാചകനെ ബന്ധിച്ച് 1000 ആണ്ടത്തേക്ക് തടവിലിട്ട് ദൈവമക്കളുമായി ഭരണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. 1000 ആണ്ട് വാഴ്ച, മില്ലേനിയം റെയിൻ എന്ന് നമ്മൾ വായിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് പ്രവേശിക്കുന്ന സമയത്ത് നോക്കുക, 24 സങ്കീർത്തനം 7, 8, 9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതിങ്ങനെയാണ്: വാവിലികളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൂതന്മാർ പാടുന്ന പാട്ടാണ് നമ്മളവിടെ വായിച്ചത്. വാവിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അപ്പോൾ പ്രഭുവായ കർത്താവ് ഈ വാതിലിലൂടെ പ്രവേശിക്കുമ്പോഴാണ് ഈ വാതിൽ തുറക്കപ്പെടുവാനായിട്ടിടയായി തീരുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയ സമയത്ത് അടയപ്പെട്ട വാതിൽ ഇനി തുറക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു പ്രഭുവായ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി ഭരിക്കുവാൻ ദൂതന്മാരുമായി ഗോൾഡൻ ഗേറ്റിലൂടെ കടന്നു വരുമ്പോൾ ഈ വാതിൽ തുറക്കപ്പെടുവാനിടയായിത്തീരും. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളുകളായി നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുണ്ടെങ്കിൽ തുറക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? രാജാതി രാജാവായ കർത്താതി കർത്താവായ സകലതിനെയും തുറക്കുവാൻ കഴിവുള്ള യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അടയപ്പെട്ട വാതിലുകൾ തുറന്നു വരുവാനിടയായിത്തീരുന്നത്. പലരും ഞങ്ങളെ വിളിച്ചു പറയാറുണ്ട്, പാസ്റ്ററെ, ഞങ്ങൾ ഒത്തിരി കടബാധ്യതയിലാണ്, ഒത്തിരി പ്രതികൂലത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ബിസിനസ്സൊക്കെ പരാജയപ്പെട്ടു, ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു നന്മ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലരെയും വചനം പറഞ്ഞ് ആശ്വസിപ്പിക്കും. ചിലരോട് ദൈവിക ആലോചന പറയാറുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഏത് തകർച്ചയിൽ നിന്നും നിങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ള വലിയവനായൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് മനുഷ്യൻ തുറക്കുന്നത് പോലെയല്ല, അത് അത്ഭുതകരമായ വഴിയായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുക കേട്ടോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വറ്റി വരണ്ട ഉറവ പോലെ കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് നന്മയുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ ശൂന്യമായി വറ്റിയിരിക്കുന്ന ചില അനുഭവങ്ങളുമായി ഭാരപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. ഒരു കാര്യം പറയാം, സരാഫത്തിലെ വിധവയ്ക്ക് വേണ്ടി ഒരു ദൈവദാസനെ അയച്ച് കലത്തിലെ മാവ് കുറയാതെ, ഭരണിയിലെ എണ്ണ കുറയാതെ, ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റിയ വലിയവനായൊരു സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. ഏത് പ്രതികൂലത്തെയും മാറ്റിത്തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നോക്കുക, തടസ്സങ്ങളെ മാറ്റുന്നൊരു ദൈവം, പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവം, പ്രതിസന്ധികളെ മാറ്റിത്തരുന്ന ദൈവം. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഒത്തിരി തടസ്സങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു.
നോക്കുക, ഏകദേശം 40 വർഷക്കാലം അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. ഒരു ലോങ് ജേർണി ആയിരുന്നു. ആ യാത്രയിൽ ഒത്തിരി തടസ്സങ്ങൾ. യാത്ര തുടങ്ങുമ്പോൾ തന്നെ തടസ്സമായിരുന്നു. യാത്രയ്ക്ക് വിടുകയില്ലെന്ന് ഫറവോൻ്റെ ശക്തികൾ വാദിക്കുവാനായിട്ടിടയായി തീർന്നു. നോക്കുക, ഒരു വ്യക്തി തടസ്സമായി നിന്നും. ആരാ വ്യക്തി? ഫറവോൻ. നോക്കുക, ഇസ്രായേൽ മക്കളെ ആരാധിക്കുവാൻ, ഇസ്രായേൽ മക്കൾ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവജനത്തിൻ്റെ ആത്യന്തികമായ ആഗ്രഹം, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി തീർന്നവർ ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മോശ മുഖാന്തരം യഹോവയായ ദൈവം ഫറവോനോട് പറഞ്ഞത്, എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കുക. പക്ഷെ ഫറവോൻ അത് കൂട്ടാക്കിയില്ല. നോക്കുക, ഒരൊറ്റ വ്യക്തി ദൈവജനത്തിന് വിരോധമായിട്ട് നിൽക്കുകയാണ്. നോക്കുക, ചില വ്യക്തികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ ആരാധനയ്ക്ക് വിടുകയില്ല, കൈയടിക്കാൻ സമ്മതിക്കുകയില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, രഹസ്യമായി ഒളി സങ്കേതങ്ങളിൽ പോയി ബൈബിൾ തുറന്ന് വായിക്കുന്ന സഹോദരിമാരുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുവാൻ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ പുറത്തുപോയി ഏകയായിരുന്നു ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. പലപ്പോഴും ഞങ്ങളെ ടെലിഫോണിലൂടെയൊക്കെ വിളിക്കുമ്പോൾ പലരും പറയാറുണ്ട്, പാസ്റ്ററേ, എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ വിളിക്കുവാൻ പറ്റത്തില്ല, അവർക്ക് ആത്മീയ കാര്യത്തോടൊന്നും താല്പര്യമില്ല. ഒരു കാര്യം പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഒരിക്കലും ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും എതിരായി നിൽക്കരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശാപം, ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ വരുവാനിടയായിത്തീരും. ഏത് രാജ്യമാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും വേദപുസ്തകത്തിന്, ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി നിന്നാൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ദൈവം അതിൽ നിന്ന് തന്നെ ജനത്തെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. ഫറവോനെതിരായിട്ട് നിന്നപ്പോൾ ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? നമുക്കൊരു വാക്യം വായിച്ചു കേൾക്കാം. പുറപ്പാട് പുസ്തകം 12:22. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. വിടത്തില്ലെന്ന് പറഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി 10 ബാധകൾ മിസ്രയീമിൽ അയച്ചു. എന്താ 10 അയക്കാൻ കാരണം? ചിലർ ചോദിക്കാറുണ്ട്, 1 അയച്ചാൽ പോരായിരുന്നോ? പോരാ. കഴിഞ്ഞ 400 വർഷമായിട്ട് ദൈവപ്രവൃത്തി കാണാതെ ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി വെളിപ്പെടുമ്പോൾ ഒന്നല്ല, ഒന്നിനു പുറകെ ഒന്നായി. ഇതൊരു ദൂതാകട്ടോ. നാളുകൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം മറുപടി തരുമ്പോൾ ഒരു മറുപടിയല്ല ദൈവം തരുന്നത്, ഒന്നിനു പുറകെ ഒന്നെന്നതുപോലെ ചെയിനായി ചില പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നോക്കുക, ഇവിടെ എന്താ സംഭവിച്ചത്? കർത്താവ് പറയുകയാണ്, എന്താണ്? നിങ്ങളുടെ ഭവനത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 1 വയസ്സും പ്രായമുള്ള ആട്ടുകൊറ്റനെ എന്ത് ചെയ്യണം? അതിനെ അറുത്ത് അവൻ്റെ രക്തം എന്ത് ചെയ്യണം? കട്ടളക്കാലിന്മേലും കുറുമ്പടിക്കാലിന്മേലും പുരട്ടണം. എന്തിനാ പുരട്ടുന്നതെന്നറിയാമോ? രാത്രി സംഹാരദൂതൻ ഇറങ്ങും. സംഹാരദൂതൻ ഇറങ്ങുമ്പോൾ ഈ രക്തമുള്ള ഒരു ഭവനത്തിനും കയറത്തില്ല, രക്തമില്ലാത്ത ഭവനത്തിലെല്ലാം കയറും. കയറിയിട്ട് അവരുടെ ആദ്യജാതന്മാരെയൊക്കെ സംഹരിക്കും. അങ്ങനെ ദൈവജനത്തെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. മനസ്സിലായോ? ദൈവമക്കൾക്ക് തടസ്സം നിൽക്കുന്ന, ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയോട് ഇടപെടുന്ന വലിയവനായൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് ജയം പ്രാപിച്ചത്. പ്രിയമുള്ള ദൈവമക്കളെ, പുതിയ നിയമത്തിലും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, അത് കർത്താവായ യേശുവിൻ്റെ രക്തമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ കുഞ്ഞാടിൻ്റെ രക്തം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും അവരുടെ സാക്ഷ്യത്താലും ജയം പ്രാപിക്കുവാനിടയായി തീർന്നു. നോക്കുക, രണ്ടാമതായിട്ട് വന്നത് ചെങ്കടല പ്രതികൂലമായിട്ട് വന്നത്. ദൈവമക്കളുടെ യാത്രയെ തടസ്സം ചെയ്യുവാൻ പ്രതികൂലമായിട്ട് ചെങ്കടൽ നിൽക്കുകയാണ്. അപ്പോൾ ഫറവോൻ്റെ ശക്തികൾ ഓർത്തു, ചെങ്കടൽ വരെ ഇവർ പോകത്തുള്ളൂ, അവിടുന്ന് ഇവരെ മടക്കി കൊണ്ടുവരാം. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചതെന്നറിയാമോ? മോശയോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്. പുറപ്പാട് പുസ്തകം വായിച്ചു കേൾക്കാം. 14-ാം അധ്യായം 16-ാം വാക്യം. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. ചെങ്കടല തടസ്സമായി നിൽക്കുന്നത്. നിന്റെ യാത്രയെ തടയുന്ന ചില ചെങ്കടലുണ്ട്. അത് ആക്ഷരികമായ ചെങ്കടലല്ല, ആത്മീയമായ ചില ചെങ്കടലുകളുണ്ട്. മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് മാറാതെ നിൽക്കുന്ന ചില ചെങ്കടലുകൾ. അത് രണ്ടായി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവിക അധികാരം ഉപയോഗിക്കണം. മോശ ഉപയോഗിച്ചത് എന്താണ്? മോശ അധികാരം. ദൈവം പറഞ്ഞു, നിന്റെ കരത്തിലൊരു വടിയുണ്ട്,
പണ്ടത് മോശയുടെ വടിയായിരുന്നു. എന്നാൽ ദൈവകരത്തിലേക്ക് മോശ സമർപ്പിക്കപ്പെട്ടപ്പോൾ അത് ദൈവത്തിൻ്റെ വടിയായി മാറി. ആ വടിക്കകത്ത് ദൈവിക അധികാരമുണ്ട്. ആ വടി നീട്ടിയാൽ ചെങ്കടൽ രണ്ടായി മാറും. നിങ്ങളൊരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച പൈതലാണെങ്കിൽ, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പൈതലാണെങ്കിൽ, ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. അധികാരത്തോടെ പ്രാർത്ഥിക്കണം. ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ രണ്ടായി മാറും. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഉണങ്ങിയ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകും. ഒരു കാര്യം പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ദൈവത്തെ മറന്നു കളയരുത്. ദൈവമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്നുള്ള ഓർമ്മ എപ്പോഴും നിങ്ങൾക്കുണ്ടാകുവാനിടയായിത്തീരണം. നോക്കുക, മൂന്നാമതായിട്ട് അവർക്ക് വന്നത് നദിയാണ്. ഏതാണ് നദി? ഏത് നദിയാണ് ഇവരുടെ മുൻപിൽ വന്നതെന്നറിയാമോ? യോർദാൻ നദി. സാധാരണ നദിയല്ല. യോർദാൻ ഒത്തിരി പ്രത്യേകതയുണ്ട്. മരണ യോർദാൻ എന്നാണ് യോർദാൻ അറിയപ്പെടുന്നത്. അനേകരെ മരണത്തിലേക്ക് നയിച്ച നദിയാണ്. കൊയ്ത്തുകാലത്തൊക്കെ ഇത് കരകവിഞ്ഞൊഴുകും. പ്രത്യേകമായ അവസ്ഥകളുള്ള നദിയാണ്. കൊയ്ത്തുകാലം എന്ന് പറയുമ്പോൾ വിളവെടുക്കുന്ന സമയത്ത് ഈ നദി കരകവിഞ്ഞൊഴുകുവാനിടയായിത്തീരും. എല്ലാ നന്മകളെയും കൊണ്ടുപോരും. നോക്കുക, ഈ വലിയ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കലക്കത്തിൻ്റെ അനുഭവം. യോർദാൻ കലക്കത്തെ കാണിക്കുന്നു. യോർദാൻ മരണത്തെ കാണിക്കുന്നു. യോർദാൻ നന്മകളെ ചോർത്തിക്കൊണ്ടുപോകുന്ന അനുഭവമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ യോർദാൻ ഒഴുകുന്നുണ്ട്. ചില തലമുറകളിൽ യോർദാൻ ഒഴുകുന്നുണ്ട്. ഇത് ആത്മീയ വ്യാഖ്യാനമാണ് കേട്ടോ. ചിലരുടെ നന്മയെ കൊണ്ടുപോകുന്ന യോർദാനുണ്ട്. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മാറണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ യോശുവയുടെ പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 3:15. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, ദൈവദാസന്മാർ തന്നെ വന്ന് പ്രാർത്ഥിക്കണം. അതൊരു ആത്മീയ മർമ്മമാണ്. സ്വന്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രത്യേകമായ ചില യോർദാൻ്റെ ശക്തികൾ വഴിമാറണമെങ്കിൽ, ചില ഇരുളിൻ്റെ മണ്ഡലങ്ങൾ വിട്ടുമാറണമെങ്കിൽ, ദൈവകൃപയുടെ ആഴം വെളിപ്പെട്ട് ശക്തിയോടെ പ്രാർത്ഥന ഉയർന്നെങ്കിൽ മാത്രമേ യോർദാൻ രണ്ടായി മാറുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ, ചില തലമുറകളിൽ സൂയിസൈഡ് പോലെ എപ്പോഴും പറയാം, ഞാൻ മരിക്കാൻ പോവുകയാണ്. പ്രിയ മാതാവേ, പിതാവേ, ഒരുപക്ഷെ എത്ര കൗൺസിൽ ചെയ്താലും അത് മാറണമെന്നില്ല. ആ കുഞ്ഞിനെ, ആ മകനെ പിടിച്ചിരിക്കുന്ന ഒരു പിശാചിൻ്റെ വ്യാപാരമുണ്ട്, അമ്പകാര ശക്തിയുണ്ട്. അതിനെ ദൈവകൃപയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ വ്യാപാരങ്ങൾ വിട്ടുമാറുകയുള്ളൂ. അനേകർ ചുമ്മാതെ ഹോസ്പിറ്റലിൽ കൊണ്ട് പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത രോഗം. ചിലർ പറയാറുണ്ട്, ആളുടെ വയറിനകത്ത് വേദന, കുറച്ച് കഴിയുമ്പോൾ നെഞ്ചിലാകും, കുറച്ച് കഴിയുമ്പോൾ തലയിലാകും. മൊത്തം സ്കാനിങ് ആണ്. പക്ഷെ ഒരു കുഴപ്പവും ആളിനില്ല. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ മാറാത്ത ഒരു രോഗവുമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകെ കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ചവിട്ടി. നിങ്ങളുടെ ഭവനത്തിൽ യോർദാൻ്റെ അനുഭവമാണോ? നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അനുഭവമാണോ? ദൈവദാസന്മാർ വന്ന് കാലി ചവിട്ടട്ടെ, അവരെ വിളിച്ച് കയറ്റണം. നിങ്ങളുടെ അടുത്ത് ദൈവസഭകളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീടിനകത്ത് കാല് ചവിട്ടി അവർ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകൾ വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു കാലത്തെ കഷ്ടതയുടെ ചൂളയിലൂടെ കടന്നുപോയ അനേക ഭവനങ്ങളിൽ വിട്ടുമാറാത്ത മരണം, ദാരിദ്ര്യം, വിട്ടുമാറാത്ത രോഗശക്തികൾ, ഭ്രാന്തുപോലെ അനേക കുടുംബങ്ങളെ അലട്ടിയ രോഗങ്ങളുടെ നടുവിൽ ദൈവദാസന്മാരെ കൊണ്ടുവന്നവർ കാല് ചവിട്ടി പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ വ്യാപരിച്ചിരുന്ന പൈശാചിക മണ്ഡലങ്ങൾ മാറി. ഇന്ന് ആ തലമുറകളൊക്കെ ദൈവം ശ്രേഷ്ഠമായിട്ട് മാനിച്ചിട്ടുണ്ട്. സാക്ഷ്യമായി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഭവനം എപ്പോഴും ഒരു ഓപ്പൺ ഹൗസ് ആയിരിക്കണം കേട്ടോ. ആര് പ്രാർത്ഥനയ്ക്ക് വന്നാലും ദൈവത്തെ വേദപുസ്തകം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവദിനപ്രകാരം അടക്കുന്ന ദൈവദാസന്മാർ വന്നാൽ അവരെ വീട്ടിൽ സ്വീകരിച്ച് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അവരെ നടന്നു പോയാൽ വിളിച്ച് കയറ്റണം. നിങ്ങളുടെ ഗേറ്റ് അടച്ചിട്ടാൽ ആർക്കും വരാൻ പറ്റത്തില്ല. നിങ്ങളുടെ അനുഭവങ്ങൾ പറയാവുന്ന കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അത് അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും. നോക്ക്, ഒന്നൊരു വ്യക്തി പ്രതികൂലമായി നിന്നു, 2 ചെങ്കടൽ പ്രതികൂലമായി നിന്നു, 3 യോർദാൻ പ്രതികൂലമായി നിന്നു, 4-മതൊരു വലിയ പ്രതികൂലമുണ്ട്. എരിഹോ കോട്ട, വലിയൊരു കോട്ടയാണ്. ദൈവമക്കൾ കടന്നു ചെല്ലുമ്പോൾ തടസ്സമായിട്ട് ഈ കോട്ട ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തമ്പുരാൻ, യോശുവയാണ് അന്നത്തെ ലീഡർ, യോശുവയോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? 7 ദിവസം നിങ്ങൾ ഈ കോട്ടയെ ചുറ്റണം. ചുറ്റുമ്പോൾ നിങ്ങളൊന്നും പറയരുത്.
മൗനമായിരിക്കണം. കാരണം ചിലരോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അവിശ്വാസമേ പറയത്തുള്ളൂ. കോട്ട കണ്ടോ, അതിൻ്റെ വീതി കണ്ടോ, അതിൻ്റെ നീളം കണ്ടോ, അതിൻ്റെ ഉയരം കണ്ടോ, ഒരിക്കലും ഇത് വീഴത്തില്ല. എന്നാൽ ആമേൻ 7 ദിവസം ചുറ്റി, 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി. ആമേൻ ആ സമയത്ത് ആമേൻ പുരോഹിതന്മാർ അവരുടെ കാഹളങ്ങതയെ ഊതി, കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആർപ്പിടണം. ആർപ്പിടുമ്പോൾ ഈ കോട്ടമതിൽ വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ അവർ ആർപ്പിട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ കോട്ടമതിൽ വീണു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. ഈ മതിൽ വീണിട്ട് ഓരോരുത്തൻ കടന്നു പോകത്തക്ക നിലയിൽ എന്ന് പറഞ്ഞാൽ ഈ മതില് എങ്ങനെയാണ് വീണതെന്നറിയാം? വലിയ മതിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല വീണത്. ഈ മതില് വേദപണ്ഡിതന്മാർ പറയുന്നത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. ആമേൻ ഓരോരുത്തർക്ക് നടന്നു പോകത്തക്ക രീതിയിൽ ഈ മതിൽ ഭൂമിയിലേക്ക് വീണു പോകുവാനിടയായി. സുഗമമായിട്ട് ദൈവജനം കടന്ന് യെരിഹോയെ കൈവശമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം ഒരു കോട്ട ഇടിച്ചാൽ അത് പൂർണ്ണമായിരിക്കും. സ്തോത്രം. ആരാധനയിൽ ചില കോട്ടകൾ ഇടിയും, പ്രാർത്ഥനയിൽ ചില കോട്ടകൾ ഇടിയും. ഈ ദിവസങ്ങൾ ദൈവസനെ സമർപ്പിക്ക്. പരിശുദ്ധാത്മാവ് ഞാൻ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണിക്കുന്നത് ഒത്തിരി തടസ്സങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ചില വ്യക്തികൾ നിങ്ങൾക്ക് തടസ്സമാണ്. ചെങ്കടൽ പോലെ പൈശാചിക മണ്ഡലങ്ങൾ, യോർദാൻ പോലെ തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങൾ, കോട്ട കെട്ടി വെച്ചിരിക്കുകയാണ്, ഒരു നന്മയും ലഭിക്കാതെ വണ്ണം. എന്നാൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നിങ്ങൾ ആർപ്പിടുവാൻ തയ്യാറായാൽ, നിങ്ങൾ ആരാധിക്കുവാൻ തയ്യാറായാൽ, നിങ്ങൾ വചനം ഒത്തിരി കേട്ടിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ദൈവിക ആരാധനയ്ക്ക് ചുവട് മുൻപോട്ട് വെക്ക്. ചില കോട്ടകളെ ഇടിച്ച് നിങ്ങൾക്ക് ജയം തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇപ്പോൾ തന്നെ ഒരു ദൈവശക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിച്ച് ഒരു ദൈവിക വിടുതലയേക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമായ കർത്താവെ, തകർക്കുന്ന രാജരാജനായ കർത്താവ് ചില കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എത്ര ശ്രമിച്ചിട്ട് ലഭിക്കാത്ത ചില ജോലികൾ കർത്താവിൻ്റെ ആത്മാവർക്ക് നൽകി കൊടുക്കുന്നതിനായി സ്തോത്രം. വിട്ടുമാറാത്ത തലവേദന ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. കോട്ടമതിൽ പോലെ നന്മകളെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റുന്നു. ചില വ്യക്തികളുടെ മേൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം. ചിലർക്ക് വേണ്ടി അഡ്മിഷൻ ഒരുക്കുന്നു, ചിലർക്ക് വേണ്ടി അത്ഭുതകരമായ വാതിൽ തുറക്കുന്നു. തലമുറയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതല്ല, തമ്പുരാൻ പറഞ്ഞ് നടക്കാൻ പോകുന്നു. ചില വലിയ വാഗ്ദത്തങ്ങൾ ചില തലമുറകളിൽ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഒത്തിരി നാളുകളായി ലഭിക്കാതിരുന്ന ചില നന്മ അതിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങളെ ഞങ്ങൾ ദൂരീകരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ നിലയിൽ അവർക്ക് വേണ്ടി വാതിലുകളെ ദൈവം തുറന്നതിനായി സ്തോത്രം. ദൈവരെ മാനിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെയും ആമേൻ. ഇതുവരെ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ ഇമെയിലിലൂടെയും ഫോണിലൂടെയും അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും വരെ ദൈവം നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ. പാസ്റ്റർ സുരേഷ് ബാബു പത്തനാപുരം, പീസ് ഫെലോഷിപ്പ്, പത്തനാപുരം PO, പത്തനാപുരം, കൊല്ലം ഡിസ്ട്രിക്ട്. ഇമെയിൽ peaceforyouinjesus@gmail.com. ഫോൺ 9447011245, 9496534635. പീസ് ഫോർ യു ഒരുക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ. സ്ഥലം കല്ലും കടവ്, പത്തനാപുരം. പാസ്റ്റർ സുരേഷ് ബാബു രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവവചനം സംസാരിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ബന്ധപ്പെടുക. 9447011245.